കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിയിൽ നടപടി. കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. കലൂർ സർക്കിളിലെ എം.എൻ. നിതയെയാണ് സസ്പെൻഡ് ചെയ്തത്. പരിപാടിയെക്കുറിച്ച് നേരിട്ട് പരിശോധിക്കാത്തതിലാണ് നടപടിയുണ്ടായത്. നഗരസഭയുടെ ഹെൽത്ത്, റവന്യൂ, എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കാനും മേയർ അഡ്വക്കേറ്റ് എം. അനിൽകുമാർ നിർദ്ദേശം നൽകി. നഗരസഭാ സെക്രട്ടറി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കോർപ്പറേഷൻ എടുത്തിരിക്കുന്ന നടപടികൾ എന്തെല്ലാമാണ്? നീലിമ, ഈ കേരള പ്ലേസസ് ഓഫ് പബ്ലിക് റിസോർട്ട് ആക്ട് പ്രകാരം ഈ PPR ലൈസൻസ് നേടേണ്ടതുണ്ട്. ഈ സ്വകാര്യ പരിപാടികൾ നടത്തുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി നടക്കുന്ന തലേ ദിവസം തന്നെ അതിന്റെ സംഘാടകർ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗത്തിന് ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ നൽകിയത്. പക്ഷേ ഈ പണം സ്വീകരിച്ചുകൊണ്ടുള്ള പരിപാടി അല്ലാത്തത് കൊണ്ട് ഈ അപേക്ഷ നിരസിക്കുകയായിരുന്നു. പിന്നീടാണ് പണം സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരിപാടി നടന്നതെന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നത്. ആ സമയത്ത് ഹെൽത്ത് വിഭാഗം ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയപ്പോഴാണ് നഗരസഭാ സെക്രട്ടറിക്ക് വ്യക്തമായത് ഈ കൃത്യമായിട്ടുള്ള പരിശോധന ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് ഈ പരിപാടി ഏത് വിധത്തിലാണ് നടക്കുന്നതെന്ന് ബന്ധപ്പെട്ട സ്ഥലത്ത് എത്തി ഹെൽത്ത് വിഭാഗം, ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയില്ല. ആരോഗ്യ വിഭാഗത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് വീഴ്ച പറ്റി എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കലൂർ സർക്കിളിലെ എം.എൻ. നിതയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പരിപാടിയെക്കുറിച്ച് നേരിട്ട് പരിശോധിക്കാത്തതിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരസഭയുടെ ആരോഗ്യ, റവന്യൂ, എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പരിശോധിക്കാനായിട്ട് നിലവിൽ മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറിയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകേണ്ടത്. എന്തായാലും PPR ആക്ട് പ്രകാരം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതി ഇത്തരം സ്വകാര്യ വിനോദ പരിപാടികൾക്ക് ആവശ്യമാണ്. ഇവിടെ ഹെൽത്ത് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും പരിശോധന ഒന്നും കൂടാതെയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത്. വലിയൊരു വീഴ്ച ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്, സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നഗരസഭാ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി, അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് കോർപ്പറേഷൻ മേയർക്ക് നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രേഷ്മ ബാബു ആണ് സമഗ്രമായ റിപ്പോർട്ട് നൽകിയത്.